യൂറോപ്പിൽ ഇനി ക്ലബ് ഫുട്ബോളിന്റെ ആവേശക്കാലം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനും സ്പാനിഷ് ലാ ലിഗയ്ക്കും ഫ്രഞ്ച് ലീഗ് വണ്ണിനും ഇന്ന് കിക്ക് ഓഫ്. പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാർ ലിവർപൂൾ കളത്തിൽ. വിവരങ്ങൾ നൽകാൻ കിലാഫ് അഹമ്മദ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. കിലാഫ്, യൂറോപ്പിൽ ഫുട്ബോളിന്റെ ഉത്സവകാലമാകുമ്പോൾ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത്, അല്ലേ? അരുണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള ഒരു നീണ്ട 9 മാസക്കാലം ആരാധകർക്ക് സംബന്ധിച്ചിട്ട് ഒരു ഉറക്കമില്ലാ രാത്രി കൂടിയാണ് ഫുട്ബോൾ ആരാധകർക്ക് ഇനി വരാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് പുതിയ സീസണിന് തുടക്കമാവുകയാണ്. സ്പാനിഷ് ലീഗിലെ ജിറോണ റയോ വയക്കോന മത്സരത്തോടെയാണ് ഇന്ന് പുതിയൊരു സീസണിന് തുടക്കമാകുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂൾ ഇന്ന് കളത്തിലിറങ്ങുന്നുണ്ട്. ജോട്ടയില്ലാത്ത ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിനാണ് ഇന്ന് ലിവർപൂൾ വേദിയാകുന്നത്. ഇന്ന് ആർനെ സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം പുതിയ യുവനിരയായിരിക്കും ഇന്ന് ഇറക്കാൻ പോകുന്നത്. എന്തായാലും യൂറോപ്പ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആരാധക വൃന്ദം കൊണ്ടും മുകളിൽ നിൽക്കുന്ന ഒരു ലീഗാണ് പ്രീമിയർ ലീഗ്. അതുകൊണ്ട് തന്നെ വീറും വാശിയും ഒരുപോലെ കൂടും. അതുപോലെ തന്നെ ഈ ഒരു പ്രാവശ്യം ആർനെ സ്ലോട്ടിന്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് കിരീടം നിലനിർത്താനായിരിക്കും ചെമ്പട ഇറങ്ങുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം കൈവിട്ട കിരീടം തിരിച്ചു പിടിക്കാനായിരിക്കും മാഞ്ചസ്റ്റർ സിറ്റി ഇറങ്ങുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൈവിട്ട കിരീടം, അതായത് കഴിഞ്ഞ ഏകദേശം 3-4 സീസണുകളിലായി മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും സീസണിൽ പ്രീമിയർ ലീഗ് കിരീടം നേടാനായിട്ടില്ല. ഈ ഒരു കിരീടം നേടാനായിരിക്കും മൈക്കൽ ആർട്ടറ്റയുടെ ആഴ്സണലിന്റെ ശ്രമം. എന്നാൽ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയാണ്. ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിറമങ്ങിയ പ്രകടനമാണെങ്കിലും ഇപ്രാവശ്യം ഈ ഒരു പ്രകടനങ്ങളൊക്കെ വെല്ലുന്ന തരത്തിൽ ഈ ഒരു കിരീടം പ്രീമിയർ ലീഗ് തിരിച്ചു പിടിക്കാനായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം ശ്രമിക്കുക. കൂടാതെ സ്പാനിഷ് ലീഗിലേക്ക് വരികയാണെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബാഴ്സലോണ നാളെ കളത്തിലിറങ്ങും. മയോർക്കയാണ് ബാഴ്സയുടെ എതിരാളികൾ. റയൽ മാഡ്രിഡിന്റെ മത്സരം 20-ാം തീയതി നടക്കും. കൂടാതെ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മത്സരം എന്ന് പറയുന്നത് റയൽ ബാഴ്സ എൽ ക്ലാസിക്കോ പോരാട്ടമാണ്. ഒക്ടോബർ 26-ന് നടക്കും. ഫ്രഞ്ച് ലീഗിലേക്ക് പോവുകയാണെങ്കിൽ PSG നിലവിലെ ചാമ്പ്യന്മാരായ PSG ഞായറാഴ്ച കളത്തിലിറങ്ങും. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ബുണ്ടസ് ലീഗ് ഓഗസ്റ്റ് 22-നും അതേപോലെ തന്നെ ഇറ്റാലിയൻ സീരിയെ 23-ാം തീയതിയും കിക്ക് ഓഫ് ആയിരിക്കും. ഈ ഒരു നീണ്ട 9 മാസക്കാലം ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറക്കമില്ലാ രാത്രി തന്നെയാണ് വരാൻ പോകുന്നത്. അരുണ്യ, യൂറോപ്പിൽ ഇനി ക്ലബ് ഫുട്ബോളിന്റെ ആവേശകാലമാണ്. കിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.